കൃഷ്ണ. അമ്മ എപ്പോഴും എന്തിനാ ഇങ്ങനെ എന്നെ വിളിക്കുന്നത്? നിന്നെയല്ല, ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. ഇങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടിരുന്ന ഭഗവാൻ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. അമ്മയോട് കോപിക്കും. ഇല്ലുണ്ണി, ഈ അമ്മയ്ക്ക് ഭഗവാൻ മാത്രമേ ഒരു തുണയുള്ളൂ. ഭഗവാന് കുറച്ച് പൂ കൊണ്ടുവന്നാലെന്താ? ദിവസം പൂ തരുന്നത് ഞാനല്ലേ? എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഉണ്ണിക്കുട്ടനെ ഭഗവാൻ വിട്ടതാണെങ്കിലോ? അയ്യേ, എന്നെ ആരും പറഞ്ഞു വിട്ടതൊന്നല്ല. ഉണ്ണി, അവിടെ നിൽക്കുമേ, അവിടെ നിൽക്കാൻ. അടുക്കളയിലേക്ക് എങ്ങും പോകണ്ട. ഇന്നലെ നീ ആ പാല് മുഴുവനും കുടിച്ചു തീർത്തതല്ലേ? ഒരു തുള്ളിയും ബാക്കി ഉണ്ടായിരുന്നില്ല. പൂച്ച കുടിച്ചതായിരിക്കും അമ്മേ. 2 കാലുള്ള പൂച്ച. അമ്മേ, അമ്മയുടെ കൃഷ്ണൻ ആരായിരുന്നു? വെണ്ണയും പാലും കട്ടുകയെന്ന ആളല്ലേ? അത് ഭഗവാൻ. ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെയാണ് ഞാനും. കട്ടു തിന്നേന സ്വാദ് കൃഷ്ണൻ പഠിപ്പിച്ചതാ. അപ്പൊ ഭഗവാൻ ചെയ്ത എല്ലാ കാര്യവും നീയും ചെയ്യുവോ? എല്ലാം ചെയ്യാൻ പറ്റില്ല. ഉണ്ണിയെ കൊണ്ട് പറ്റുന്നത് ചെയ്യും. നോക്കിക്കോ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ നിന്നെ ഈ തൂണി പിടിച്ച് കെട്ടിയിടും. ഉണ്ണി കരയൊന്നുമില്ല. തൂണി ഇളക്കിയെടുത്ത കാണാമല്ലോ. അയ്യോ ഉണ്ണി, നീ ഇതെങ്ങോട്ടാ പുറത്തേക്ക് ഓടണേ? നേരമായി, ഇവിടെ നിന്നാ പറ്റില്ല. എവിടെ പോകാനാ? ഉച്ചപൂജയ്ക്ക് നേരമായി, ഗുരുവായൂരെത്തണ്ടേ? ആഹാ, അപ്പൊ നീ ചെന്നില്ലെങ്കിൽ പൂജ നടക്കൂല്ലേ? ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. എപ്പോഴും കൃഷ്ണ കൃഷ്ണന്ന് വിളിക്കാറിയാം. ഞാനും കൃഷ്ണനാ, ഉണ്ണികൃഷ്ണൻ. നിന്നെ ഒരു ദിവസം ഉണ്ണികൃഷ്ണനെ പോലെ ഒരുക്കാൻ കേട്ടോ. ഞാൻ പോവാ അമ്മേ. എന്റെ കൃഷ്ണ. എന്നെയാണോ അമ്മേ? നീ പോടാ, നിന്നെയല്ല വിളിച്ചത്.